തിരുവനന്തപുരം മേയറും MLA-യും ബസ് തടഞ്ഞ സംഭവത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നു. ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും രൂപത്തിലൂടെ ഒരു മേയറും MLA-യും കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു മേയർക്ക് ബസ് തടയാനുള്ള അധികാരം നൽകുന്നത്? ബസ് തടയേണ്ടത് ആരാണ് എന്നുള്ളത് നമ്മുടെ നിയമങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തവരെ ആ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതെല്ലാം നമ്മുടെ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ മേയർ വണ്ടി തടയുന്നു, മേയറിന്റെ ഭർത്താവ് വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നു. അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, നിയമത്തെ പോലും കയ്യിലെടുത്തുകൊണ്ടൊരു മേയർ മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ മേയർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ് മേയർ ചോദ്യം ചെയ്യുന്നത്. ആ ഡ്രൈവറിന്റെ മുഖത്ത് നോക്കി ഇത് ആരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെ, വണ്ടിയുടെ കുറുകെ ബസ് ഇടുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്: മേയർ ആ ഡ്രൈവർക്കെതിരെ മുന്നോട്ട് വെച്ച ഒരു ആരോപണത്തിന് പോലും ഇതുവരെ തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മേയർ നിരസിച്ച അല്ലെങ്കിൽ മേയർ നിരാകരിച്ച എല്ലാ കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ തെളിവ് സഹിതം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവിടെ മേയർ നൽകിയ പരാതിയിൽ മേൽ കേസെടുത്തിട്ടുണ്ട്, എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയിൽ മേൽ കേസെടുക്കുന്നില്ല. അങ്ങനെ വലിയ വിവേചനം ഈ ഭരണ സംവിധാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏറ്റവും അപകടം എന്ന് പറയുന്നത് ആ മേയർ തന്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തന്റെ സ്ത്രീപക്ഷത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി, സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു. നമുക്കറിയാം, സ്ത്രീകളെ അല്ലെങ്കിൽ ലൈംഗികമായ അധിക്ഷേപം നടത്തിയെന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഏറ്റവും വലിയ അപരാധം ഒരു ചെറുപ്പക്കാരന്റെ മേൽ തള്ളിവിട്ടുകൊണ്ട് ഒരു മേയർ തന്നെ ഇതുപോലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കേരളവും ഇന്ത്യയും, കേരളത്തിലെ സ്ത്രീകൾക്ക്, ഇന്ത്യയിലെ സ്ത്രീകൾക്ക്. തിരുവനന്തപുരം മേയറും MLA-യും ബസ് തടഞ്ഞ സംഭവത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.